പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ കുറിച്ച് പഠിക്കുന്ന ഓൺലൈൻ വീഡിയോ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നമ്മളെ നെറ്റ്വർക്ക് ലെയറിനെ കുറിച്ചും അതിൽ ഉപയോഗിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് പ്രോട്ടോകോളിനെ കുറിച്ചുമാണ് അല്ലെ. അപ്പൊ നെറ്റ്വർക്ക് ലെയറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് എന്താണ്? നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുന്നത് എല്ലാ ഇന്റർമീഡിയറ്റ് നോഡുകളിലും പ്രസന്റ് ആയിരിക്കുന്ന ലെയറുകളാണ് അല്ലെ. നമ്മുടെ എൻ ഡിവൈസിൽ മാത്രമല്ല, നമ്മളെ റൗട്ടർ പോലുള്ള ഇന്റർമീഡിയറ്റ് നോഡുകളിലും നമ്മളെ നെറ്റ്വർക്ക് ലെയർ പ്രസന്റ് ആണ്. അപ്പൊ അത് നെറ്റ്വർക്ക് ലെയറിന്റെ പ്രധാനപ്പെട്ട ധർമ്മം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്താണ്? നെറ്റ്വർക്ക് ലെയറിലാണ് നമ്മളെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അല്ലെ. അപ്പൊ ഇന്റർനെറ്റ് പ്രോട്ടോകോളിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ബെസ്റ്റ് എഫേർട്ട് ഡെലിവറി എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഏത് പ്രകാരമാണോ നമ്മളെ RMS പോസ്റ്റ് ഓഫീസുകള് നമ്മളെ കത്തുകളെ നമ്മളെ പിൻകോഡിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാനാണ് നടപടികൾ സ്വീകരിക്കുന്നത് അല്ലെ. അതേ പ്രകാരം നമ്മുടെ ഇന്റർമീഡിയറ്റ് നോഡുകളായ റൗട്ടറുകളും അതുപോലെ തന്നെ എൻഡ് ഡിവൈസുകളിലെ സിസ്റ്റംസും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ IP അഡ്രസ് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളുടെ ഡാറ്റ പാക്കറ്റിനെ റൗട്ട് ചെയ്യുന്ന അല്ലെ. അപ്പൊ അതാണ് നമ്മൾ റൗട്ടറുകൾ ചെയ്യുന്നത്. നമ്മളെ IP അഡ്രസ് വായിച്ചു നോക്കി എത്രയും പെട്ടെന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാം. അപ്പൊ ഈ പ്രക്രിയക്കിടയിൽ അപ്പൊ റൗട്ടറുകൾ അഥവാ നമ്മളെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്തേ ഉറപ്പുവരുത്തുന്നുള്ളൂ? എത്രയും വേഗത്തിൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുക എന്നുള്ള ആ ഒരു പ്രക്രിയ സ്പീഡപ്പ് ചെയ്യുക അല്ലെ. അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും അതിനുതകുന്ന നടപടികളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സ്വീകരിക്കുന്നത്. ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയ ഡാറ്റ പാക്കറ്റ് അല്ലെങ്കിൽ നമ്മളെ സോഴ്സ് റൗട്ട് ചെയ്ത് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരുന്നതിനിടയിൽ നമ്മുടെ ഡാറ്റ പാക്കറ്റുകൾ വല്ലതും ലോസ് ആയി പോയിട്ടുണ്ടോ, ഡാമേജ് ആയിട്ടുണ്ടോ, അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് അതിന്റെ ഡാറ്റ ചേഞ്ച് ആയിട്ടുണ്ടോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഉറപ്പുവരുത്തുന്നില്ല. അതായത് നമ്മൾ IP പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു IP ഈസ് എ അൺറിലയബിൾ പ്രോട്ടോകോൾ. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ തത്തുല്യമായിട്ടുള്ള മലയാളം വരുന്നത് നമ്മളെ യോഗ്യമായത് അല്ലെങ്കിൽ വിശ്വസ്തത ഒക്കെയാണ് അല്ലെ. അപ്പൊ ആ വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നതിൽ IP ഇന്റർനെറ്റ് പ്രോട്ടോകോള് വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നില്ല. അതായത് നമ്മുടെ ഡാറ്റ പാക്കറ്റിന്റെ വിശ്വാസ്യത നമ്മൾ IP ഉറപ്പുവരുത്തുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് വേണം? നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരുന്ന ഡാറ്റ പാക്കറ്റുകൾ അത് കറക്റ്റ് ആണോ, അഥവാ നമ്മൾ സെന്റർ അയച്ച ഡാറ്റ തന്നെയാണ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുള്ളത് നമുക്ക് ഉറപ്പുവരുത്തണം അല്ലെ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഡാറ്റ സ്വീകരിക്കാൻ വേണ്ടി പാടുള്ളൂ അല്ലെ. നിങ്ങൾക്കറിയാലോ, നമ്മളെ ഒരു ലെറ്റർ നമ്മൾ സാധാരണ രാജു റാണിക്ക് ഒരു ലെറ്റർ അയക്കുമ്പോൾ റാണി ഈ ലെറ്റർ രാജു അയച്ച തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. രാജു അയച്ച ലെറ്ററിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വഴിയിലൂടെ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകളിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ലെറ്ററിൽ വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം അല്ലെ. നമ്മുടെ നിങ്ങളെ ഒരു പാർസൽ എത്തിച്ചേരുന്ന ആള് അല്ലെ, അതും നമ്മൾ ഉറപ്പുവരുത്തണം. പാർസല് അതിന്റെ ഇടയിലൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല അല്ലെ, ആരും നമ്മൾ അയച്ച പാർസലിലെ സാധനങ്ങൾ മാറ്റിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തുന്നില്ലേ? അതുപോലെ തന്നെ അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ നമ്മളെ സഹായിക്കുന്ന ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ. നമ്മളെ TCP/IP റെഫറൻസ് മോഡൽ അല്ലെങ്കിൽ OSI റെഫറൻസ് മോഡൽ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡാറ്റ പാക്കറ്റുകളുടെ റിലയബിലിറ്റി ഉറപ്പുവരുത്തുക. അപ്പൊ അതിന് നമ്മളെ സഹായിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ് TCP എന്ന് പറയുന്നത്. TCP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. അപ്പൊ ഇന്ന് മുതലുള്ള ക്ലാസ്സുകൾ നമ്മൾ TCP-നെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ TCP-യും IP-യും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഇന്റർനെറ്റിന്റെ കമ്മ്യൂണിക്കേഷന്റെ ബാക്ക് ബോൺ ആയിട്ട് വർത്തിക്കുന്നത്. ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും അതിന്റെ നട്ടെല്ല് എന്നൊക്കെ പറയാം നമ്മളെ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഇന്റർനെറ്റിലുള്ള കമ്മ്യൂണിക്കേഷനെ അല്ലെങ്കിൽ നമ്മളെ പ്രോട്ടോകോൾ സ്യൂട്ടിനെ നമ്മൾ വിളിക്കുന്നത് TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട് എന്ന് വിളിക്കുന്നത് കേട്ടില്ല അല്ലെ. അപ്പൊ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രണ്ട് പ്രോട്ടോകോളാണ്. ഒന്ന് IP-യും നെറ്റ്വർക്ക് ലെയറിലെ IP പ്രോട്ടോകോളും ട്രാൻസ്പോർട്ട് ലെയറിലെ TCP പ്രോട്ടോകോളും. അപ്പൊ ഈ രണ്ട് പ്രോട്ടോകോളും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് വളരെ സുഗമമായിട്ട് നടത്താൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് TCP-നെ കുറിച്ചാണ്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. എല്ലാവർക്കും ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആണ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലെ നമ്മൾ പഠിച്ചത് അല്ലെ, നമ്മൾ IP പ്രോട്ടോകോളിനെ കുറിച്ചായിരുന്നു നമ്മൾ കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. IP-യും IP പ്രോട്ടോകോളും IP അഡ്രസ്സുകളെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അതായത് നമ്മുടെ IP അഡ്രസ്സസ് ക്ലാസ്സസിനെ കുറിച്ചും അതുപോലെ
സ്പെഷ്യൽ പർപ്പസ് IP അഡ്രസ്സിനെ കുറിച്ച് നെറ്റ് മാസ്കും സബ്നെറ്റിങ്ങും റൗട്ടിങ്ങും ഒക്കെ നമ്മൾ പഠിച്ചു. നെറ്റ്വർക്ക് ലെയർ പഠിക്കുമ്പോൾ IP പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു. IP ഹെഡറിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ IP അഡ്രസ് ഒക്കെ വരുന്നത് അല്ലെ. ഓക്കെ, ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് TCP യെ കുറിച്ചാണ്. TCP എന്താണെന്നുള്ള കാര്യങ്ങളും മറ്റും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കാണാം. TCP/IP റെഫറൻസ് മോഡലിൽ നമ്മള് ഒരു സോഴ്സ് സെൻഡർ മെഷീൻ ഉണ്ടാവും, റിസീവർ മെഷീൻ ഉണ്ടാവും. ആരാണോ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അതാണ് സെൻഡർ അല്ലെ. ആർക്കാണോ മെസ്സേജ് കിട്ടേണ്ടത് മെഷീൻ അതാണ് റിസീവർ മെഷീൻ. ആ മെസ്സേജ് സ്വീകരിക്കുന്ന മെഷീൻ ഏതോ അതാണ് റിസീവർ മെഷീൻ. അപ്പൊ സെൻഡർ മെഷീൻ നമുക്കറിയാം ആ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് ഈ ലെയർ ബൈ ലെയർ ആയിട്ട് ഓരോ ലെയറിലൂടെയാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ടോപ്പ് ടു ബോട്ടം ഈ ലെയറുകളിലൂടെ ഡാറ്റ സഞ്ചരിക്കും എന്ന് നമുക്കറിയാം അല്ലെ. അതിൽ തന്നെ നമ്മൾ യൂസർ ഇന്ററാക്ട് ചെയ്യുന്നത് അപ്ലിക്കേഷൻ ലെയറുമായിട്ടാണ് അല്ലെ. അപ്ലിക്കേഷൻ ലെയർ നമ്മൾ പല അപ്ലിക്കേഷൻസും അതായത് FTP HTTP നമ്മൾ ഇന്റർനെറ്റിൽ ഒരു വെബ് പേജ് ബ്രൗസ് ചെയ്യാണ് നമ്മൾ യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് HTTP എന്ന് പറഞ്ഞ സർവീസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്ലിക്കേഷൻ ലെയർ ഒരു വെബ് ബ്രൗസർ എടുത്ത് നമ്മൾ ആ URL ടൈപ്പ് ചെയ്യുമ്പോൾ HTTP എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ ആണ് ഇൻവോക്ക് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ അപ്ലിക്കേഷൻ ലെയറുമായിട്ടാണ് യൂസർ ഇന്ററാക്ട് ചെയ്യുന്നത്. ബാക്കി ട്രാൻസ്പോർട്ട് ലെയറിന്റെ പ്രവർത്തനങ്ങളും ഫംഗ്ഷനും അതുപോലെ തന്നെ നെറ്റ്വർക്ക് ലെയറിന്റെ പ്രവർത്തനങ്ങളും മറ്റും ഓപ്പറേറ്റീവ് സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ്. നമുക്ക് കൂടുതലായിട്ട് കാണാം. അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ ലെയർ, പിന്നെ അതിന് തൊട്ട് താഴെയുള്ള ട്രാൻസ്പോർട്ട് ലെയർ, പിന്നെ നെറ്റ്വർക്ക് ലെയർ, പിന്നെ ഡാറ്റ ലിങ്ക് ലെയർ, അഥവാ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഫിസിക്കൽ ലെയറും കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. അപ്പൊ ഇത്രയും ലെയറുകളാണ് നമ്മളെ എൻഡ് ഡിവൈസിൽ സെൻട്രൽ മെഷീനിൽ ഉണ്ടാകുക. അതുപോലെ തന്നെ റിസീവർ മെഷീനിലും ഈ 4 ലെയറുകളും പ്രസന്റ് ആയിരിക്കും അല്ലെ. ചില ബുക്കിൽ 5 ഫിസിക്കൽ ലെയറിനും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോ നമ്മള് റിസീവർ മെഷീനിൽ ഡാറ്റ ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാ? ബോട്ടം ടു ടോപ്പ് അല്ലെ. ഈ ലെയറുകളിലൂടെ ആദ്യം ഡാറ്റ ലിങ്ക് ലെയറിൽ വന്ന് ഡാറ്റ ലിങ്ക് ലെയർ അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെഡർ റിമൂവ് ചെയ്ത് അടുത്ത ലെയറിലേക്ക് പാസ് ചെയ്ത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അല്ലെ. നമ്മൾ എൻക്യാപ്സുലേഷനും മറ്റൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നെറ്റ്വർക്ക് ലെയറിലേക്ക് വരുന്നു, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് വരുന്നു, ആപ്ലിക്കേഷൻ ലെയറിലേക്ക് വരുന്നു അല്ലെ. അപ്പൊ ഇന്റർമീഡിയറ്റ് ഡിവൈസുകളായിട്ടുള്ള റൗട്ടറുകളും സ്വിച്ചും അല്ലെ, അതിലൂടെയൊക്കെ പാസ് ചെയ്തിട്ടാണ് ഈ ഡാറ്റ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുന്നത് അല്ലെ. അപ്പൊ ഈ സ്വിച്ചില് ഏത് ലെയർ മാത്രമേ ഉള്ളൂ? ഫിസിക്കൽ ലെയറും ഡാറ്റ ലിങ്ക് ലെയറും. 2 ലെയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ലെയറും ഡാറ്റ ലിങ്ക് ലെയറും അല്ലെ. ആ രണ്ടിയും പ്രവർത്തനം നമ്മൾ ഒരുമിച്ച് ചേർത്തിട്ട് ഒരു ലെയർ മാത്രമായിട്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ ലിങ്ക് ലെയർ മാത്രമാണ് അതിൽ പ്രസന്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്വിച്ചസിനെ നമ്മൾ ലെയർ 2 ഡിവൈസസ് എന്ന് വിളിക്കും. ലെയർ 2 ഡിവൈസസ് നമ്മൾ സ്വിച്ച് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സ്വിച്ച് എന്ന് പറയുന്നത് ലെയർ 2 ഡിവൈസസ് ആണ്. കാരണം എന്താണ്? ഡാറ്റ ലിങ്ക് ലെയർ, അതായത് ഫിസിക്കലും ഡാറ്റ ലിങ്ക് ലെയറും ആ ലെയറുകൾ മാത്രമാണ്, ഡാറ്റ ലിങ്ക് വരെയുള്ള ലെയറുകൾ മാത്രമാണ് സ്വിച്ചസിൽ പ്രസന്റ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ റൗട്ടർ ആണെങ്കിലോ, റൗട്ടറിൽ ഡാറ്റ ലിങ്ക് ലെയർ ഉണ്ട്, നെറ്റ്വർക്ക് ലെയർ ഉണ്ട്. അതായത് ലെയർ 3 വരെയുള്ള ലെയറുകൾ റൗട്ടറുകളിൽ പ്രസന്റ് ആണ്. അതുകൊണ്ട് റൗട്ടറിനെ ഒരു പേരും കൂടെ വിളിക്കുന്നുണ്ട്, ലെയർ 3 സ്വിച്ചസ് എന്നും കൂടെ നമ്മൾ റൗട്ടറിനെ വിളിക്കാം. അപ്പൊ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? കാരണം എന്താ, നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയർ നമ്മള് എൻഡ് ഡിവൈസുകളിൽ മാത്രമേ ഉള്ളൂ അല്ലെ. എൻഡ് മെഷീനിൽ, അതായത് സെൻട്രൽ മെഷീനിലും റിസീവർ മെഷീനിലും മാത്രമേ ട്രാൻസ്പോർട്ട് ലെയർ ഉള്ളൂ എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ. ഇന്റർമീഡിയറ്റ് നോഡുകളിൽ നെറ്റ്വർക്ക് വരെയുള്ള ലെയറുകൾ മാത്രമാണ് പ്രസന്റ് ആയിരിക്കുന്നത് അല്ലെ. സബ് ടു ലോവർ 3 ലെയേഴ്സ് മാത്രമാണ് പ്രസന്റ്. ബാക്കി റിമൈനിങ് ലെയേഴ്സ് നമ്മൾ എൻഡ് ഡിവൈസിൽ മാത്രമാണ് പ്രസന്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയറിനെ നമുക്ക് എൻഡ് ടു എൻഡ് ലെയർ എന്ന് വിളിക്കാം. എൻഡ് ടു എൻഡ് അല്ലെ. എൻഡ് ഡിവൈസിൽ മാത്രം പ്രസന്റ് ആയിരിക്കുന്ന ലെയറുകളാണ് ട്രാൻസ്പോർട്ട് ലെയറും ആപ്ലിക്കേഷൻ ലെയറും ഒക്കെ അല്ലെ. അപ്പൊ ഈ ലെയർ തന്നെ നമുക്ക് എൻഡ് ടു എൻഡ് ലെയർ എന്ന് വിളിക്കാവുന്നതാണ്. അപ്പോ നമ്മൾ ഈ സെൻട്രൽ മെഷീനിലെ ട്രാൻസ്പോർട്ട് ലെയർ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ അല്ലെ, അത് റിസീവർ മെഷീനിലെ ട്രാൻസ്പോർട്ട് ലെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് വരുന്ന ഡാറ്റയെ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് വരുന്നു. ട്രാൻസ്പോർട്ട് ലെയർ ആ ഡാറ്റനെ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ നമുക്ക് പഠിക്കാം. TCP പഠിക്കുമ്പോൾ പഠിക്കാം. അപ്പൊ ട്രാൻസ്പോർട്ട് ലെയറിലുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രോട്ടോകോളാണ് TCP എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ്പോർട്ട് ലെയറിന്റെ വളരെ പ്രധാനപ്പെട്ട ജോലികൾ എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റയുടെ റിലയബിലിറ്റി, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ഡാറ്റയുടെ റിലയബിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. എന്താ റിലയബിലിറ്റി ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാല്, നമുക്കറിയാം IP എന്ന് പറയുന്ന പ്രോട്ടോകോളിൽ ഒരു എറർ ചെക്കിങ്ങോ അതുപോലെ തന്നെ ഫ്ലോ കൺട്രോള് കാര്യങ്ങളോ ഒന്നും നടത്തുന്നില്ല. ആ IP എന്ന് പറയുന്ന പ്രോട്ടോകോൾ, നെറ്റ്വർക്ക് ലെയറിലെ IP പ്രോട്ടോകോള് എത്രയും വേഗത്തിൽ ഡാറ്റയെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുക എന്നുള്ള പ്രക്രിയ നടപടിക്രമങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ.
അപ്പോൾ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടിയ ഡാറ്റ, റിസീവ് ചെയ്ത ഡാറ്റ എല്ലാം പ്രോപ്പർ ആണോ, അതിൽ എന്തെങ്കിലും മിസ്സിംഗ് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടാണോ നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്നത്, അത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയറിലാണ്. അതിൽ തന്നെ നമ്മൾ ഒരുപാട് പ്രോട്ടോകോൾസ് ഉണ്ട്. ട്രാൻസ്പോർട്ട് ലെയറിൽ വളരെ സുപ്രധാനമായിട്ടുള്ള പ്രോട്ടോകോൾ എന്ന് പറയുന്നത് TCPയും UDP ആണ്. സുപ്രധാനമായിട്ടുള്ള രണ്ട് പ്രോട്ടോകോൾ. അതിൽ തന്നെ നമ്മളിപ്പം കാണാൻ വേണ്ടി ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് TCP ആണ്. കാരണം എന്താ, നമ്മുടെ വെബ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ TCP പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അപ്പൊ TCP ആണ് വളരെ സുപ്രധാനമായിട്ടുള്ള പ്രോട്ടോകോൾ. അപ്പൊ ഈ TCPയുടെ ഒരു സുപ്രധാനമായിട്ട് ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റയുടെ റിലയബിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു സുപ്രധാനമായിട്ടുള്ള ജോലി എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർക്കിലുള്ള IP പ്രോട്ടോകോൾ എന്താ ചെയ്യുക, ഓരോ തവണയും IP അഡ്രസ് നോക്കി IP അഡ്രസ്സിംഗ് എന്നുള്ളതാണ് ഒരു ജോലി അല്ലെ, സുപ്രധാനമായിട്ടുള്ള IP അഡ്രസ് നോക്കിയിട്ട് ഓരോ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തേണ്ട ഏറ്റവും ഫാസ്റ്റസ്റ്റ് റൂട്ട് അല്ലെ, അത് കണ്ടെത്തി ഓരോ നോഡിലേക്കും ഡാറ്റ പാക്കറ്റിനെ ഫോർവേഡ് ചെയ്യുക. അപ്പൊ ഓരോ ഇന്റർമീഡിയറ്റ് നോഡിലുള്ള ഇന്റർനെറ്റ് ലെയർ ഈ IP അഡ്രസ് വായിച്ചു നോക്കിയിട്ട് ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള റൂട്ട് ഏതാണെന്ന് കണ്ടെത്തി ആ റൗട്ടറിലേക്ക് ഈ പാക്കറ്റിനെ ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ വൺസ് നമ്മൾ പാക്കറ്റ് നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു ഡെസ്റ്റിനേഷൻ മെഷീനിൽ ഒരുപാട് പ്രോസസ്സസ് റൺ ചെയ്യുന്നുണ്ടാവും അല്ലെ. അതിൽ ഏത് പ്രോസസ്സിന് വേണ്ടിയിട്ടാണോ നമ്മൾ പാക്കറ്റ് സെൻഡ് ചെയ്തിട്ടുള്ളത് ആ പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ആരുടെ ജോലിയാണ്, നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയറിന്റെ ജോലിയാണ്. പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നതും, അതായത് നമ്മുടെ ഡെസ്റ്റിനേഷൻ മെഷീനിൽ എത്തിക്കഴിഞ്ഞാല് ഡെസ്റ്റിനേഷൻ മെഷീനിൽ നമ്മൾ ഒരുപാട് പ്രോസസ്സ് റൺ ചെയ്യുന്നുണ്ട്. കാരണം എന്താ, നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ മൾട്ടി ടാസ്കിങ് മെഷീൻസ് ആണ് അല്ലെ. നമ്മുടെ സോഴ്സ് മെഷീൻ ആയിക്കോട്ടെ, ഡെസ്റ്റിനേഷൻ മെഷീൻ ആയിക്കോട്ടെ, സെൻട്രൽ മെഷീൻ ആയിക്കോട്ടെ, റിസീവർ മെഷീൻ ആയിക്കോട്ടെ, മൾട്ടിപ്പിൾ പ്രോസസ്സസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് റൺ ചെയ്യുന്നുണ്ടാവും അല്ലെ. നമ്മൾ ഗെയിം കളിക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ ആ സമയം തന്നെ നമ്മൾ വെബില് ഇന്റർനെറ്റിൽ എന്തെങ്കിലും ചാറ്റ് ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ ഒരു മെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നതിൽ ഏത് ആപ്ലിക്കേഷനിലേക്കാണ് ഡാറ്റ എത്തിച്ചേരേണ്ടത്, അതുപോലെ തന്നെ ഏത് ആപ്ലിക്കേഷനിലാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത് എന്നുള്ള ഈ ആപ്ലിക്കേഷൻസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ആരുടെ ജോലിയാണ്, ട്രാൻസ്പോർട്ട് ലെയറിന്റെ ജോലിയാണ്. അതിൽ തന്നെയുള്ള TCP പ്രോട്ടോകോള് നമ്മളെ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അത് നമ്മൾ പോർട്ട് നമ്പർ യൂസ് ചെയ്തിട്ടാണ് ഈ ആപ്ലിക്കേഷൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പോർട്ട് നമ്പറിന്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. പോർട്ട് നമ്പർ അതാണ് മറ്റൊരു ജോലി. പോർട്ട് നമ്പർ യൂസ് ചെയ്തിട്ടാണ് ആ പെർട്ടിക്കുലർ ആപ്ലിക്കേഷനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഏത് പ്രകാരമാണോ റാണിയുടെ ഓഫീസ് ബിൽഡിങ്ങിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഓഫീസ് ബിൽഡിംഗിൽ നിന്ന് റാണിയുടെ ഫ്ലാറ്റ് നമ്പർ അല്ലെ, ഫ്ലാറ്റ് നമ്പർ യൂസ് ചെയ്തിട്ട് റാണിയുടെ ആ റൂമിനെ പ്രത്യേകമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്, നമ്മളെ വീട്ടിൽ എത്തിച്ചേരുന്നത് അല്ലെ, ആ ഓഫീസിലേക്ക് എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വൺസ് നമ്മളെ മെഷീനിൽ എത്തിക്കഴിഞ്ഞാൽ ആ മെഷീനിൽ ഏത് പെർട്ടിക്കുലർ പ്രോസസ് ആണ് നമ്മളെ റിക്വസ്റ്റ് സെൻഡ് ചെയ്തിട്ട് പ്രോസസ്സിനാണ് റിക്വസ്റ്റ് ചെല്ലേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രോസസ്സിലേക്ക് ആ റിക്വസ്റ്റിനെ ഫോർവേഡ് ചെയ്യുക. ആ ഒരു ജോലിയും നമ്മുടെ TCP പ്രോട്ടോകോളിനുള്ളതാണ്. അത് നമുക്ക് കൂടുതലായിട്ട് കാണാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത് എൻഡ് ടു എൻഡ് ലെയർ ആണ്. ഈ ലെയറുകൾ നമ്മുടെ സെൻട്രൽ മെഷീനിന്റെയും റിസീവർ മെഷീനിലും ആണ് ഉണ്ടാകുക. പ്രധാനമായിട്ട് ഇന്റർമീഡിയറ്റ് നോഡുകളിൽ ഈ ലെയർ ഉണ്ടായില്ല. അപ്പോൾ നമ്മള് ആ ഒരു എൻഡ് ടു എൻഡ് ലെയർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ലെയറിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പ്രോട്ടോകോൾ ആണ് TCP എന്ന് പറയുന്നത് മനസ്സിലാക്കാം. നമുക്ക് ഓരോ ഫംഗ്ഷനായിട്ട് TCPയുടെ ഓരോ ഫംഗ്ഷനായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അതിന് മുമ്പായിട്ട് നമ്മുടെ ആ രാജുവും റാണിയും നമ്മളെ കമ്മ്യൂണിക്കേഷനിലെ ആ ഉദാഹരണത്തിലേക്ക് നമുക്ക് ഒന്നും കൂടെ പോകാം. എന്നിട്ട് നമുക്ക് TCPയിലേക്ക് വരാം, കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുക എന്നാല്. അപ്പൊ അതായത് നമ്മളെ രാജു റാണിക്ക് ആ ഒരു 100 PCs പാർസൽ സെൻഡ് ചെയ്തില്ലേ അല്ലെ. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നത്, ഇവിടെ രാജുവിന്റെ ഓഫീസിൽ എത്ര ലേയേഴ്സ് ഉണ്ട്, ആദ്യം രാജു CEO അല്ലെ, പിന്നെ രാജു ഉണ്ട്, അതുപോലെ തന്നെ രാജുവിന് ഈ നമ്മളെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ PCക്കുള്ള ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് കമ്പ്യൂട്ടറുകൾ വാങ്ങാനുള്ള ഓർഡർ കിട്ടിക്കഴിഞ്ഞാല് രാജുവിന്റെ കമ്പനിയിൽ എന്താ ചെയ്യുന്നത്, രാജു ആ ഓർഡർ പർച്ചേസ് സെക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അല്ലെ. പർച്ചേസ് സെക്ഷൻ എന്ത് ചെയ്യും, ഈ പർച്ചേസ് സെക്ഷൻ നമ്മളെ TCP/IP മോഡലിന്റെ അപ്ലിക്കേഷൻ ലെയർ പോലെ നിങ്ങൾ സങ്കല്പിക്കുക, അപ്ലിക്കേഷൻ ലെയർ. അപ്പൊ രാജു ഇന്ററാക്ട് ചെയ്യുന്നത് ഈ അപ്ലിക്കേഷൻ ലെയറിലെ മാനേജറുമായിട്ടാണ് അല്ലെ. അതായത് പർച്ചേസ് സെക്ഷന്റെ മാനേജറുമായിട്ടാണ് രാജു ഇന്ററാക്ട് ചെയ്തിട്ടുള്ളത്. രാജുവാണ് നമ്മളെ യൂസർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ രാജു ഈ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും
പർച്ചേസ് സെക്ഷൻ മാനേജർക്ക് പാസ് ചെയ്യുന്നു. പർച്ചേസ് സെക്ഷൻ മാനേജർ എന്ത് ചെയ്യും? റാണിക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അതൊക്കെ കളക്ട് ചെയ്യും അല്ലെ. അതായത് നമ്മൾ ഇപ്പൊ കമ്പ്യൂട്ടറുകളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെ, ആ കമ്പ്യൂട്ടറുകളെല്ലാം കളക്ട് ചെയ്യും. ഇപ്പൊ രാജുവിന്റെ ഫാക്ടറിയിൽ ഉത്പാദിപ്പിക്കുന്നതാണെങ്കിൽ അവിടുന്ന് ഈ കമ്പ്യൂട്ടറുകളും മറ്റ് പ്രിന്ററുകളും മറ്റു കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് പർച്ചേസ് സെക്ഷൻ ചെയ്യുന്നത്. അതിനുശേഷം എന്താ ചെയ്യുന്നത്? ഈ 100 PC പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മുടെ ഓർഡർ അല്ലെ. അപ്പൊ ആ ഓർഡർ പ്രകാരമുള്ള PCs എന്ത് ചെയ്യും? അടുത്ത സെക്ഷൻ, ഈ പർച്ചേസ് സെക്ഷൻ പർച്ചേസ് ചെയ്ത PCs ആർക്ക് ഫോർവേഡ് ചെയ്യും? അടുത്ത സെക്ഷനിലേക്ക് കൊടുക്കും, ഡെസ്പാച്ച് സെക്ഷൻ. ഈ ഡെസ്പാച്ച് സെക്ഷൻ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയർ ആയിട്ട്, നമ്മുടെ TCP/IP റെഫറൻസ് മോഡലിലെ ട്രാൻസ്പോർട്ട് ലെയർ ആയിട്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം. എന്തുകൊണ്ടാത്? ഈ ഡെസ്പാച്ച് സെക്ഷനിൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ വന്നിട്ടുള്ള ഓരോ മെഷീനും ഡിസസംബിൾ ചെയ്യുന്നു അല്ലെ. എന്തിനാ അത് ചെയ്യുന്നത്? കാരണം നമുക്കറിയാം ഈ മെഷീൻസ് മുഴുവനായിട്ട് സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ എത്തിക്കാൻ നമുക്ക് ഇന്റർമീഡിയറ്റ് ഒരുപാട് പോസ്റ്റ് ഓഫീസുകളിലൂടെ ട്രാവൽ ചെയ്തിട്ടാണ് ഡെസ്റ്റിനേഷനിൽ എത്തേണ്ടത് അല്ലെ. അതായത് ഈ പോസ്റ്റ് ഓഫീസുകളാണ്, RMS പോസ്റ്റ് ഓഫീസുകളാണ് നമ്മളെ റൗട്ടർ എന്ന് മനസ്സിലാക്കുക നിങ്ങൾ. അപ്പൊ നമ്മളെ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ ഇന്റർമീഡിയറ്റ് റൗട്ടറുകളിലൂടെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്തതിനു ശേഷമാണ് നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് എത്തേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തും ഈ പോസ്റ്റ് ഓഫീസുകൾ പാർസൽ സ്വീകരിക്കണമെങ്കിൽ അത് ഒരു നിശ്ചിത ഹൈറ്റ്, വെയിറ്റ്, ആ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ഒരു വലിയ ഒരു പാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് ചിലപ്പോൾ സ്വീകരിക്കില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ നെറ്റ്വർക്കിലെ റൗട്ടറുകളും. ഈ പല റൗട്ടറുകൾ, അതായത് പല നെറ്റ്വർക്കുകളിലൂടെയും കടന്നിട്ടാണ് നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്തേണ്ടത് അല്ലെ. അപ്പൊ ഈ ഇന്റർമീഡിയറ്റ് നെറ്റ്വർക്കുകൾ ചിലപ്പോ അതിന്റെ ട്രാൻസ്മിഷൻ MTU എന്ന് പറയും അല്ലെ, മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ് ചിലപ്പോ ചെറുതായിരിക്കും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാക്കറ്റുകൾ മാത്രമേ ആ നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്യൂ. അപ്പൊ അതിനനുസരിച്ച് കൊണ്ട് നമുക്ക് ആ പാക്കറ്റുകൾ, നമ്മൾ സെൻഡ് ചെയ്യുന്ന പാക്കറ്റിന്റെ സൈസ് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഓരോ ഇന്റർമീഡിയറ്റ് നെറ്റ്വർക്കിന്റെയും റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ആ സ്പെസിഫിക്കേഷനിലുള്ള പാക്കറ്റുകൾ മാത്രമേ അത് കടത്തിവിടൂ. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഇന്റർമീഡിയറ്റ് നെറ്റ്വർക്കിനനുസരിച്ചിട്ട് നമ്മുടെ പാക്കറ്റിന്റെ സൈസ് കുറക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഡെസ്പാച്ച് സെക്ഷൻ എന്താ ചെയ്യുന്നത്? നമ്മളെ വലിയ 100 PCകൾ നമ്മൾ ഡിസസംബിൾ ചെയ്യും അല്ലെ. പല പല ചെറിയ ചെറിയ പാക്കറ്റ്. ഇപ്പൊ നമ്മളെ PC അങ്ങനെ ഡിസസംബിൾ ചെയ്താൽ എന്തൊക്കെയുണ്ടാവും? മദർ ബോർഡ് ഉണ്ടാവും, ഹാർഡ് ഡിസ്ക് ഉണ്ടാവും അല്ലെ, അതുപോലെ തന്നെ ക്യാബിനറ്റ് ഉണ്ടാവും, RAM ഉണ്ടാവും. അങ്ങനെയുള്ള കുറെ സെഗ്മെന്റ്സ് ആയിട്ട് എന്ന് വേണം നമുക്ക് പറയാം. സെപ്പറേറ്റ് പാർട്ടായിട്ട് നമ്മൾ ഡിസസംബിൾ ചെയ്തതിനു ശേഷം അവ ഓരോന്നും ഒരു പാക്കറ്റ് ആക്കി. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കീബോർഡ് ഒരു പാക്കറ്റ് ആക്കി, ആ പാക്കറ്റിന്റെ മേലെ ഒരു നമ്പർ ഇട്ടു 1. പ്രിന്റർ ഒരു പാക്കറ്റ് ആക്കി, അതിന്റെ മേലെ ഒരു നമ്പർ ഇട്ടു 2. മോണിറ്റർ ഒരു പാക്കറ്റ് ആക്കി, അതിന്റെ മേലെ ഒരു നമ്പർ ഇട്ടു 3. ക്യാബിനറ്റ് ഒരു പാക്കറ്റ് ആക്കി, അതിന്റെ മേലെ നമ്പർ ഇട്ടു. അതുപോലെ മദർ ബോർഡ് പാക്കറ്റ് ആക്കി, അതിന്റെ മേലെ നമ്പർ ഇട്ടു. ഹാർഡ് ഡിസ്ക് പാക്കറ്റ് ആക്കി, അതിന്റെ മേലെ നമ്പർ ഇട്ടു. എന്തിനിങ്ങനെ നമ്പർ ഇടുന്നത്? റാണിയുടെ ഓഫീസിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ റാണിയിലും ഇതുപോലെ സെക്ഷൻസ് ഉണ്ട് അല്ലെ, ഡെലിവറി സെക്ഷൻ, ഡെസ്പാച്ച് സെക്ഷൻ, പർച്ചേസ് സെക്ഷൻ ഒക്കെ. അപ്പൊ ഇത് റാണിയുടെ ഓഫീസിലെ ഡെസ്പാച്ച് സെക്ഷൻ എത്തിക്കഴിഞ്ഞാൽ ഇത് റീകൺസ്ട്രക്ട് ചെയ്യണം അല്ലെ, എന്നാൽ മാത്രമേ ഉപയോഗപ്രദമായിട്ടുള്ള കമ്പ്യൂട്ടറുകൾ ആയിട്ട് മാറ്റാൻ വേണ്ടി പറ്റൂ അല്ലെ. ഈ മദർ ബോർഡ് നമ്മൾ കണക്ട് ചെയ്ത് പ്രോപ്പർ മെഷീനായിട്ട് അവിടെ റീഅസംബിൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ നമ്പറിങ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ 5 എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൽ മദർ ബോർഡ് ആണെന്ന് അല്ലെ. അപ്പൊ ആ മദർ ബോർഡ് അതിന് കണക്കായിട്ട് മാറ്റി വെക്കുക അല്ലെ. അപ്പൊ ആ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം എന്താ ചെയ്യുന്നത്? ഡെലിവറി സെക്ഷൻ ഇതില് നമ്മുടെ ഈ പാക്കറ്റിന്റെ മേലെ റാണിയുടെ അഡ്രസ് എഴുതി ഒട്ടിക്കുന്നു. ഓരോ പാക്കറ്റിന്, കീബോർഡിന്റെ പാക്കറ്റിന്റെ മേലെ റാണിയുടെ അഡ്രസ് എഴുതുന്നു, അതുപോലെ പ്രിന്ററിന്റെ പാക്കറ്റിന്റെ മേലെ റാണിയുടെ അഡ്രസ് എഴുതുന്നു. അപ്പൊ ഈ ഡെലിവറി സെക്ഷൻ ഏതുപോലെ ആക്ട് ചെയ്യുന്നത്? നമ്മുടെ നെറ്റ്വർക്ക് ലെയർ പോലെയാണ്. നെറ്റ്വർക്ക് ലെയറിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? IP അഡ്രസ്സിംഗ് അല്ലെ. IP അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് പിൻകോഡ് എന്ന് പറഞ്ഞു അല്ലെ. പിൻകോഡ് ഉൾപ്പെടെയുള്ള അഡ്രസ്സുകൾ അതവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പാക്കറ്റുകളെ മൊത്തം പോസ്റ്റ് ഓഫീസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പൊ നമ്മൾ കീബോർഡ്, പ്രിന്റർ, മോണിറ്റർ, മൗസ്, ക്യാബിനറ്റ് ഇവയൊക്കെയാണ് സെൻഡ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ നമുക്ക് ഈ മോണിറ്ററും അതുപോലെ തന്നെ മദർ ബോർഡും ഒക്കെ വളരെ ഡാമേജ് ആകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളാണ് അല്ലെ. അപ്പൊ അവ എന്ത് ചെയ്യുന്നുണ്ടാവും? ചിലപ്പോൾ പോസ്റ്റ് ഓഫീസ് വേഗം എത്രയും പെട്ടെന്ന് ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അതിന്റെ സൈസും കുറവാണ് അല്ലെ. അപ്പൊ ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഈ പാർസലുകൾ, അതായത് മോണിറ്ററും മദർ ബോർഡും മാത്രം പെട്ടെന്ന് തന്നെ ഡെസ്റ്റിനേഷനിലേക്ക് ഫ്ലൈറ്റ് വഴി എത്തിച്ച്
എത്തിക്കുന്നു എന്ന് വിചാരിക്കൂ. അപ്പൊ നമ്മൾ ആദ്യം റാണിയുടെ ഡെസ്റ്റിനേഷനിൽ എന്താ കിട്ടുക? മദർ ബോർഡും മോണിറ്ററും അല്ലെ. അപ്പൊ അറൈവിംഗ് ഓർഡർ എന്താ വരുന്നത്? ആദ്യം 5-ാം നമ്പർ പാക്കറ്റാണ് എത്തുന്നത് അല്ലെ. 5-ാം നമ്പർ പാർസലാണ് എത്തുന്നത്. പിന്നെ 3-ാം നമ്പർ പാർസലാണെന്ന് വിചാരിക്കൂ. 5ഉം 3ഉം ആണ് ആദ്യം എത്തുന്നത്. പിന്നീടുള്ള കീബോർഡ്, ക്യാബിനറ്റ് ഒക്കെ എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത്? ചിലപ്പോൾ നമ്മൾ ട്രെയിൻ വഴിയൊക്കെയാണ് സെൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് ഡിലേഡ് ആയിട്ടാണ് റാണിയുടെ ഓഫീസിലേക്ക് എത്തിച്ചേരുന്നു വിചാരിക്കൂ. അപ്പൊ എന്താ ചെയ്യാ റാണി? ഈ പാക്കറ്റുകൾ റാണിയുടെ ഡെസ്പാച്ച് സെക്ഷനിൽ എത്തുമ്പോൾ അവരെന്ത് ചെയ്യും? ഈ 5, 3 എന്നുള്ള നമ്പർ ചെയ്തിട്ടുള്ള പാക്കറ്റുകൾ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും ഒരു സ്ഥലത്ത് അല്ലെ. എന്തുകൊണ്ടാണത്? കാരണം മറ്റ് ഉപകരണങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റീഅസംബിൾ ചെയ്യാൻ വേണ്ടി പറ്റൂ അല്ലെ. കീബോർഡ്, പ്രിന്റർ, ക്യാബിനറ്റ്, അതുപോലെ ഹാർഡ് ഡിസ്ക്, ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കമ്പ്യൂട്ടറിനെ റീഅസംബിൾ ചെയ്യാൻ വേണ്ടി പറ്റൂ മുഴുവനായിട്ട് അല്ലെ. ഇവിടെ നമ്മൾ ഏത് മാത്രമേ ആദ്യം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ? മദർ ബോർഡും മോണിറ്ററും ആണെന്ന് വിചാരിക്കൂ. മദർ ബോർഡും മോണിറ്ററും തൽക്കാലം റാണിയുടെ ഡെസ്പാച്ച് സെക്ഷൻ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു. അതിനുശേഷം മറ്റ് പാക്കറ്റുകൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നു അല്ലെ. അതിനുശേഷം കീബോർഡ്, പ്രിന്റർ, അതുപോലെ തന്നെ ക്യാബിനറ്റ്, ഹാർഡ് ഡിസ്ക്, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളും കൂടെ വന്നു കഴിഞ്ഞാല് എന്ത് ചെയ്യുന്നു? ഓരോ പാക്കറ്റിന് നമ്പർ നോക്കി അത് ഓർഡറിൽ വെച്ചു അല്ലെ. കീബോർഡ് എടുത്തു, അതുപോലെ തന്നെ പ്രിന്റർ എടുത്തു, മോണിറ്റർ എടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റം PC റീഅസംബിൾ ചെയ്യുന്നു അല്ലെ. അതിനുശേഷം നമ്മുടെ അടുത്ത ലെയറുകളിലേക്ക് പാസ് ചെയ്ത് ഫൈനലി റാണിയുടെ ഓഫീസിൽ ഈ സിസ്റ്റംസ് മൊത്തം പ്ലേസ് ചെയ്യുന്നു അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമ്മളെ ഒരു ഡേ ടു ഡേ ലൈഫില് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ അതായത് നമ്മൾ വലിയൊരു പാക്കേജിനെ അല്ലെങ്കിൽ ഒരു വലിയൊരു ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് സ്മോൾ സെഗ്മെന്റ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഈ ഡിവൈഡ് ചെയ്ത കാര്യങ്ങൾ, സ്മോളർ പാക്കറ്റുകൾ ഡെസ്റ്റിനേഷനിലേക്ക് റൗട്ട് ചെയ്യുന്നു. ഡെസ്റ്റിനേഷനിൽ എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പാക്കറ്റുകൾ വീണ്ടും റീഅസംബിൾ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഡിസസംബിളിയും റീഅസംബിളിയും കൂടെ നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയർ ആണ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡെസ്പാച്ച് സെക്ഷൻ ഏതുപോലെയാണ് ആക്ട് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് ലെയർ പോലെ അല്ലെ. അപ്പൊ ഇവിടെ നമ്മളെ PC-ന്റെ ഉദാഹരണം പറഞ്ഞതുപോലെ നമ്മളെ കമ്മ്യൂണിക്കേഷന്റെ കേസിൽ എന്താ വരിക? ശരിക്ക് നമ്മളെ അപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് വരുന്ന ഡാറ്റ, ഈ ഡാറ്റയെ സ്മോളർ സെഗ്മെന്റ് ആക്കി ഡിവൈഡ് ചെയ്ത് ഓരോ സെഗ്മെന്റിനെയും ഒരു സെഗ്മെന്റ് നമ്പർ, നമ്മൾ സീക്വൻസ് നമ്പർ എന്ന് വിളിക്കും. ഇവിടെ നമ്മൾ കീബോർഡിന് 1, പ്രിന്ററിന് 2 എന്നൊക്കെ കൊടുത്തില്ലേ, അവിടെ നമ്മൾ വിളിക്കുന്നത് സീക്വൻസ് നമ്പർ എന്നാണ്. ഈ സീക്വൻസ് നമ്പർ ആഡ് ചെയ്തുകൊണ്ട് ഈ പാക്കറ്റിനെ അടുത്ത ലെയറിലേക്ക്, നെറ്റ്വർക്ക് ലെയറിലേക്ക് സെൻഡ് ചെയ്യും. നെറ്റ്വർക്ക് ലെയറിൽ IP, ഇന്റർനെറ്റ് പ്രോട്ടോകോളിന്റെ ഹെഡർ, അതിലെന്താണ് ഉണ്ടാകുക? അഡ്രസ്സ് അല്ലെ, IP അഡ്രസ് ഉണ്ടാവും. അപ്പൊ ഈ IP അഡ്രസ് വെച്ച് പാക്കറ്റിനെ റൗട്ട് ചെയ്ത് ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഡെസ്റ്റിനേഷൻ ലെയറിലെ ട്രാൻസ്പോർട്ട് ലെയർ ഈ സീക്വൻസ് നമ്പർ പ്രകാരം നമ്മുടെ പാക്കറ്റുകളിലെ ഓരോന്നും ഓർഡർ ചെയ്ത് റീഅസംബിൾ ചെയ്ത് അടുത്ത അവിടെയുള്ള ആപ്ലിക്കേഷൻ ലെയറിലേക്ക് പാസ് ചെയ്യും. അപ്പൊ ഈ ഒരു ഫംഗ്ഷനും കൂടെ നമ്മളെ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെതാണ്. നമുക്ക് ട്രാൻസ്പോർട്ട് ലെയറിന്റെ വിശദമായിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി നമുക്ക് ട്രാൻസ്പോർട്ട് ലെയറിനെ കാണാം. നമ്മൾ നേരത്തെ കണ്ട TCP/IP റെഫറൻസ് മോഡലില് അല്ലെ, ഞാൻ ഫിസിക്കൽ ലെയറും കൂടെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയറിലാണ് നമ്മുടെ ഉള്ള സുപ്രധാനമായിട്ടുള്ള പ്രോട്ടോകോളാണ് TCP എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് ലെയറിലുള്ള സുപ്രധാനമായിട്ടുള്ള പ്രോട്ടോകോളാണ് IP. അപ്പൊ ഈ TCP/IP ചേർന്നിട്ടാണ് നമ്മുടെ ഇന്റർനെറ്റിലെ കമ്മ്യൂണിക്കേഷൻസ് മൊത്തം മാനേജ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് TCP ആണ്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. TCPയുടെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. TCP ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്ട്രീം ഡെലിവറി ഓഫ് ഡാറ്റ. എന്താണ് സ്ട്രീം ഡെലിവറി ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാല്? നമ്മളെ അപ്ലിക്കേഷൻ ലെയർ ആണ് നമ്മുടെ ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നത്. കാരണം യൂസർ ഇന്ററാക്ട് ചെയ്യുന്ന അപ്ലിക്കേഷൻ ലെയറുമായിട്ടാണ്. അത് നമ്മൾ ഓരോ അപ്ലിക്കേഷനും യൂസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഡാറ്റ ജനറേറ്റ് ചെയ്യും. അപ്പൊ ഈ ഡാറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. കമ്പ്യൂട്ടറിലെ ഡാറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബൈനറി നമ്പേഴ്സ് ആണ്. ഈ ബൈനറി നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ? 1 0 1 1 1 അങ്ങനെയുള്ള ഒരു ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ്. അപ്പൊ ഈ ഹൈ വോൾട്ടേജിനെ നമ്മൾ 1 കൊണ്ടും ലോ വോൾട്ടേജിനെ നമ്മൾ 0 കൊണ്ടും നമ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ഡാറ്റയെ അപ്ലിക്കേഷൻ ലെയർ നേരെ ട്രാൻസ്പോർട്ട് ലെയറിലേക്കാണ് സെൻഡ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ഡാറ്റ, ഈ ബൈനറി സ്ട്രിങ് നമ്മൾ 8 ബിറ്റ് വീതമുള്ള ഗ്രൂപ്പ് ആകുന്നു. അതിനെ നമ്മൾ ബൈറ്റ് എന്ന് വിളിക്കും അല്ലെ. ബൈറ്റ്. ഈ ഓരോ ബൈറ്റിനെയും
ട്രാൻസ്പോർട്ട് ലെയർ ഐഡന്റിഫൈ ചെയ്യുന്നു. ഈ ഓരോ ബൈറ്റ് ബൈ ബൈറ്റ് നമ്മളെ ഡാറ്റയെ ട്രാൻസ്പോർട്ട് ലെയർ ഐഡന്റിഫൈ ചെയ്ത് ഈ ബൈറ്റുകളാണ് ബൈറ്റ് ആയിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്, അടുത്ത ലെയറിലേക്ക് സെൻഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഈ ബൈറ്റിനെ ഓരോന്നിനും ട്രാൻസ്പോർട്ട് ലെയറിന് കണക്കുണ്ടാവും. എത്ര ബൈറ്റ് ഞാൻ സെൻഡ് ചെയ്തു, എത്ര ബൈറ്റ് സെൻഡ് ചെയ്തു, എത്ര ബൈറ്റ് ഇനി സെൻഡ് ചെയ്യാൻ ബാക്കിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആ കണക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയർ ആണ്. അതിൽ തന്നെ നമ്മളെ ട്രാൻസ്പോർട്ട് ലെയറിലെ സുപ്രധാനമായിട്ടുള്ള പ്രോട്ടോകോൾ TCP ആണ്. ബട്ട് ആ ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഫംഗ്ഷൻ നമ്മൾ പറയുമ്പോൾ TCP ആണ് ആക്ച്വലി നമ്മൾ പറയുന്നത്. കാരണം ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഓൾമോസ്റ്റ് ഓൾ ഫങ്ഷൻസും നമ്മൾ TCP-ലൂടെയാണ് നിറവേറുന്നത്. അപ്പോ TCP ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്ട്രീം ഡെലിവറി ഓഫ് ഡാറ്റ. അതായത് നമ്മൾ ബൈറ്റ് സ്ട്രീം ആയിട്ട് ബൈറ്റ് ബൈ ബൈറ്റ് ആയിട്ട് ഡാറ്റയെ സെൻഡ് ചെയ്യുന്നതും അതിന്റെ കണക്ക് എത്ര ബൈറ്റ് സെൻഡ് ചെയ്തു, എത്ര ബൈറ്റ് ഇനി റിസീവ് ചെയ്തു, എത്ര ബൈറ്റ് ഇനിയും സെൻഡ് ചെയ്യാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ TCP ആണ്. ഇനി TCP is a transport layer protocol provides for logical communication between application processor running on different host. Process to process communication provide ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റം മൾട്ടി ടാസ്കിങ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ പ്രോസസ്സസ് റൺ ചെയ്യുന്നുണ്ടാവും അല്ലെ. അത് ഓരോ പോർട്ടിലുമാണ് ആ പ്രോസസ്സിന് പോർട്ട് നമ്പർ വെച്ചുകൊണ്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓരോ പ്രോസസ്സും ഓരോ പോർട്ടിലാണ് ലിസൺ ചെയ്യുന്നത്. ആ പോർട്ട് നമ്പർ വെച്ചുകൊണ്ടാണ് ആ പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ഈ പോർട്ട് അഡ്രസ്സിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആരുടേതാണ്? ട്രാൻസ്പോർട്ട് ലെയറിൻ്റെതാണ്. ട്രാൻസ്പോർട്ട് ലെയറിനെ നമ്മള് ട്രാൻസ്പോർട്ട് ലെയർ ഫംഗ്ഷൻ ആണ് ഈ പോർട്ട് അഡ്രസ്സിംഗ്. അപ്പൊ അതിൽ തന്നെ ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോളായ TCP-യുടെ അനദർ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പോർട്ട് നമ്പർ യൂസ് ചെയ്ത് പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, ആ പ്രോസസ്സിലേക്ക് നമ്മുടെ ഡാറ്റ എത്തിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ സെൻട്രൽ മെഷീനും ഒരു പോർട്ട് നമ്പർ ഉണ്ടാവും, ഏത് പ്രോസസ്സാണ് ഡാറ്റ ജനറേറ്റ് ചെയ്തത് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഡാറ്റ റിസീവർ മെഷീനിലെ ഏത് പ്രോസസ്സിലേക്കാണ് പോകേണ്ടത്, റിസീവർ മെഷീന്റെ പോർട്ട് നമ്പറും കൂടി ഉണ്ടാവും. അപ്പോ പോർട്ട് അഡ്രസ്, ഡെസ്റ്റിനേഷൻ പോർട്ട് അഡ്രസ്, നമ്മളെ TCP ഹെഡർ പഠിക്കുമ്പോൾ നമുക്ക് ഈ ഫീൽഡുകൾ കാണാൻ വേണ്ടി പറ്റും. ഈ ഫീൽഡ് ആഡ് ചെയ്യും. അപ്പൊ ഈ ഫീൽഡ് നോക്കിക്കഴിഞ്ഞാലാണ് ഏത് പ്രോസസ്സിലേക്കാണ് ഈ ഡാറ്റ പോകേണ്ടതെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ IP അഡ്രസ് അല്ലെ, IP അഡ്രസ് മാത്രം പോരാ, പ്ലസ് പോർട്ട് നമ്പർ അല്ലെങ്കിൽ പോർട്ട് അഡ്രസ്, ഈ രണ്ട് അഡ്രസ്സും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഒരു മെഷീനിലെ ഏത് പെർട്ടിക്കുലർ പ്രോസസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ആ അഡ്രസ്സിനെ നമ്മൾ സോക്കറ്റ് എന്ന് വിളിക്കുക. SOCKET, സോക്കറ്റ്. ഈ സോക്കറ്റ് അഡ്രസ് ആണ് നമ്മുടെ ആക്ച്വൽ പാക്കറ്റിന്റെ ഡെലിവറി സാധ്യമാക്കുന്നത്. IP അഡ്രസ് മാത്രം പോരാ, പോർട്ട് നമ്പറും കൂടെ വേണം, പോർട്ട് അഡ്രസ്സും കൂടെ വേണം. ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് സുപ്രധാനമായിട്ടുള്ള TCP-യുടെ ഒരു ധർമ്മം അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിലയബിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ കണ്ടു അല്ലെ, അങ്ങനെയാണ് ഒരു പാക്കറ്റ് സെൻഡ് ചെയ്യുമ്പോൾ, ഒരു പാർസൽ സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പല ഡിഫറെന്റ് സ്മോളർ സെഗ്മെന്റ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അല്ലെ. അതിന് ഓരോന്നിനും നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ നമ്പറിനെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ കോണ്ടാക്റ്റിൽ സീക്വൻസ് നമ്പർ എന്ന് വിളിക്കും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഡെസ്റ്റിനേഷൻ മെഷീനിൽ ഈ പാക്കറ്റുകൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ, ഈ സെഗ്മെന്റുകൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സീക്വൻസ് നമ്പർ നോക്കിയിട്ട് എല്ലാ പാക്കറ്റുകളും എല്ലാ സെഗ്മെന്റുകളും എത്തിയിട്ടുണ്ടോ എന്ന് റിസീവർ മെഷീനിലെ ട്രാൻസ്പോർട്ട് ലെയർ ഉറപ്പുവരുത്തും. ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു പാക്കറ്റ് അഥവാ ഏതെങ്കിലും ഒരു സെഗ്മെന്റ് മിസ്സിംഗ് ആണെങ്കിൽ ഇവിടെ ഇപ്പൊ 2 എന്നുള്ള സെഗ്മെന്റ് കിട്ടിയില്ലെങ്കിൽ ആ വിവരം ആരെ അറിയിക്കും? ആരാണോ സെൻഡ് ചെയ്തത്, പാക്കറ്റുകൾ സെൻഡ് ചെയ്യുന്നത് സെൻട്രൽ മെഷീനെ അറിയിക്കും, റിസീവർ മെഷീന്റെ ട്രാൻസ്പോർട്ട് ലെയർ അല്ലെങ്കിൽ റിസീവർ മെഷീനിലെ TCP. അപ്പോ നമ്മളെ ഈ സീക്വൻസ് നമ്പറും അതിന് അക്നോളജ്മെന്റ് നമ്പർ എന്ന് പറയും. എത്ര കിട്ടി എന്നുള്ളതിനനുസരിച്ചിട്ട് ഒരു അക്നോളജ്മെന്റ് കൊടുക്കും. കാരണം എന്താ, റാണിക്ക് നമ്മുടെ പാർസൽ മൊത്തം റാണിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ആ വിവരത്തിന് റാണി ഒരു റിപ്ലൈ കൊടുക്കും അല്ലെ, ഇത്ര പാക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ചില പാക്കറ്റുകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ഇത്ര നമ്പർ പാക്കറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല, അതൊന്നും കൂടെ അയക്കണം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആയിരിക്കും വരിക. അപ്പൊ അതിന് നമ്മൾ സീക്വൻസ് നമ്പർ, അക്നോളജ്മെന്റ് നമ്മൾ വരുന്ന ക്ലാസ്സുകൾ നമുക്ക് കൂടുതലായിട്ട് കാണാം. അപ്പൊ അതൊക്കെ യൂസ് ചെയ്തിട്ട് എറർ കൺട്രോൾ മെക്കാനിസം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അതുപോലെ തന്നെ ബഫേഴ്സ് യൂസ് ചെയ്തിട്ട് ഫ്ലോ കൺട്രോൾ മെക്കാനിസം ഇംപ്ലിമെന്റ് ചെയ്യുക. ബഫേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ടെമ്പററി സ്റ്റോർ ചെയ്യുന്നത് മനസ്സിലാക്കുക. നമ്മൾ വരുന്ന ഡാറ്റകൾ മൊത്തം ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ റാണി പാക്കറ്റുകൾ റിസീവ് ചെയ്യുന്നതിനനുസരിച്ച് റാണിയുടെ ഓഫീസിൽ സ്റ്റോർ റൂം മറ്റും ഉണ്ടെന്ന്
നിങ്ങൾ മനസ്സിലാക്കൂ. ആ സ്റ്റോർ റൂമിലേക്ക് എടുത്തു വെക്കുന്നുണ്ട് അല്ലെ. എല്ലാ പാക്കറ്റുകളും എത്തിക്കഴിഞ്ഞ ശേഷം മാത്രമേ റീഅസംബിൾ ചെയ്യാൻ വേണ്ടി പറ്റൂ അല്ലെ. അതുവരെ റാണിയുടെ ഒരു റൂമിൽ സ്റ്റോർ ചെയ്യണം. അതിലുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി അതിനാണ് നമ്മൾ ബഫർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലുണ്ട്. കമ്പ്യൂട്ടറിൽ ടെമ്പററി സ്റ്റോറേജ് ഡാറ്റ വരുന്നതിന് കണക്കായിട്ട് ആ സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ കൂടുതലായിട്ട് പഠിക്കാം. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതുപോലെ തന്നെ സ്ലൈഡിംഗ് വിൻഡോ ഒക്കെ നമുക്ക് വരുന്ന ക്ലാസ്സിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ കൺജഷൻ കൺട്രോൾ. കൺജഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ തിരക്ക്, കൺജഷൻ എന്ന് പറഞ്ഞാൽ തിരക്കാണ് അല്ലെ. നമ്മൾ നെറ്റ്വർക്കിലുള്ള ട്രാഫിക് ഒക്കെ സെൻസ് ചെയ്ത് അതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലെക്സിങ് ആൻഡ് ഡിമൾട്ടിപ്ലെക്സിങ്. മൾട്ടിപ്ലെക്സിങ് ആൻഡ് ഡിമൾട്ടിപ്ലെക്സിങ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സിൽ കാണാം. ഈ മൾട്ടിപ്ലെക്സിങ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പ്രോസസ്സസ് അല്ലെ, ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ ഏത് പ്രോസസ് ആണെന്ന് യുണീക്ക് ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട് നമ്മളെ പോർട്ട് നമ്പർ യൂസ് ചെയ്തിട്ട്. അപ്പോ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്നത് മെനി ടു വൺ, മെനി പ്രോസസ്സസ് നിന്ന് വരുന്ന ഡാറ്റയെ നമ്മൾ ഒരു ഹെഡർ ഒക്കെ ആഡ് ചെയ്ത് അതിനെ സെപ്പറേറ്റ് ആക്കി മാറ്റി ഡാറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം റിസീവിംഗ് എൻഡിലെ ട്രാൻസ്പോർട്ട് ലെയർ ഈ ഇൻകമിംഗ് ഡാറ്റേനെ ഏതെല്ലാം പ്രോസസ്സിലേക്കാണോ ഫോർവേഡ് ചെയ്യേണ്ടത് ആ പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ പ്രോസസ്സുകളിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. അപ്പോൾ സെൻഡിങ് മെഷീനിൽ മൾട്ടിപ്ലെക്സിങ്ങും റിസീവിംഗ് മെഷീനിൽ ഡിമൾട്ടിപ്ലെക്സിങ് നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് വരുന്ന ക്ലാസ്സിൽ നമുക്ക് കാണാം. പിന്നെ എന്താ ചെയ്യുന്നത്, TCP ഓഫേഴ്സ് ഫുൾ ഡ്യൂപ്ലെക്സ് സർവീസ്. അതായത് സോഴ്സ് ടു ഡെസ്റ്റിനേഷനും ഡെസ്റ്റിനേഷൻ ടു സോഴ്സ്, അതായത് ബൈ ഡയറക്ഷൻ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. മാത്രമല്ല ഡാറ്റ കാൻ ഫ്ലോ ഇൻ ബോത്ത് ഡയറക്ഷൻ അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം തന്നെ രണ്ട് ഡയറക്ഷനിലേക്കുള്ള ഫുൾ ഡ്യൂപ്ലെക്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് TCPക്ക് സാധിക്കും. അത് നമ്മളൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ആ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. TCPയുടെ കേസിൽ പ്രൊവൈഡ്സ് കണക്ഷൻ ഓറിയന്റഡ് സർവീസ്. അതായത് നമ്മളെ ടെലിഫോൺ കോൾ നിങ്ങൾ ഓർമ്മിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ആ കണക്ഷനിലൂടെ നമ്മുടെ ഡാറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ ആണ്, കണക്ഷൻ ഓറിയന്റഡ് ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ ആണ് TCP എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ ആപ്ലിക്കേഷൻ സർവീസുകളാണ് TCPന്റെ സേവനം ഉപയോഗപ്പെടുത്തുന്നത്? HTTP നിങ്ങൾക്കൊക്കെ സുപരിചിതമാണ്. നമ്മുടെ നെറ്റ്വർക്കില് ഒരു വെബ് റിസോഴ്സിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് HTTP എന്ന് പറയുന്നത്. നിങ്ങൾ വെബ് ബ്രൗസർ എടുത്ത് ഏത് വെബ് പേജ് റിക്വസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോഴോ HTTP സർവീസ് ആണ്, ആപ്ലിക്കേഷൻ ലെയറിലെ HTTP സർവീസ് ആണ് റൺ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് FTP ആണ്. SMTP അതുപോലെ തന്നെ SMTP എന്ന് പറയുന്നത് എന്താണ്, ഇമെയിലും മറ്റും സെൻഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ ആണ് SMTP എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോട്ടോകോളുകൾ മൊത്തം TCP സർവീസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ ലെയർ ആണ് ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. ഈ ആപ്ലിക്കേഷൻ ലെയർ ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റ നേരെ എവിടെയാ പോവുക, ട്രാൻസ്പോർട്ട് ലെയറിലേക്ക്. ട്രാൻസ്പോർട്ട് ലെയർ TCP ഇപ്പൊ നമ്മൾ ഈ പറയുന്ന അപ്ലിക്കേഷൻസ് ഒക്കെയാണ് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ HTTP, FTP, SMTP ആ ഡാറ്റ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ TCP ആണ് അതിനെ ട്രാൻസ്പോർട്ട് ലെയറിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ട്രാൻസ്പോർട്ട് ലെയറിൽ മറ്റു പ്രോട്ടോകോളും ഉണ്ട്, SCTPയും UDP ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ HTTP, FTP, SMTP തുടങ്ങിയ ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയറിൽ വന്നാൽ നമ്മൾ TCPന്റെ സേവനമാണ് ഉപയോഗപ്പെടുത്തുക അവിടെ. അപ്പൊ നമ്മൾ TCPന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെഡർ ആഡ് ചെയ്യും. TCP ഹെഡറിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. അതിനുശേഷം TCPയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ TCP ഹെഡറിലൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ഈ റിലയബിലിറ്റി ഉറപ്പുവരുത്താനും പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ഉറപ്പുവരുത്താനും കൺജഷൻ കൺട്രോൾ ഉറപ്പുവരുത്താനും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്, അതിന് സഹായിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് TCPയുടെ ഹെഡർ ആയിട്ട് ആഡ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോ സീക്വൻസ് നമ്മളെ പോർട്ട് നമ്പറും അതുപോലെ തന്നെ സീക്വൻസ് നമ്പറും അക്നോളജ്മെന്റ് നമ്പർ ഉണ്ടെങ്കിൽ അതും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെ TCP ഹെഡറിൽ ആഡ് ചെയ്യുക. നമ്മൾ TCP ഹെഡർ വിശദമായിട്ട് നമുക്ക് പഠിക്കും. അതിനുശേഷം നമ്മൾ അടുത്ത ലെയറിലേക്ക്, നെറ്റ്വർക്ക് ലെയറിലേക്ക് ഡാറ്റ പാസ് ചെയ്യുന്നു. നെറ്റ്വർക്ക് ലെയറിൽ ആരാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്? നെറ്റ്വർക്ക് ലെയറിൽ മൾട്ടിപ്പിൾ പ്രോട്ടോകോൾ ഉണ്ടെങ്കിലും IP ആണ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ് ഈ ഡാറ്റ പാക്കറ്റിനെ ഈ പേലോഡ് എന്ന് വിളിക്കും. TCP ഹെഡറും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ആ പേലോഡ് ഇന്റർനെറ്റ് ലെയറിൽ എത്തുമ്പോൾ IP ഹെഡർ അതിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഈ IP പേലോഡ് അടുത്ത ലെയറിലേക്ക് പാസ് ചെയ്യുന്നു. നേരെ ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് വരുമ്പോൾ ആ ഫ്രെയിം, ഡാറ്റ ഫ്രെയിമിന്റെ ഹെഡർ
ഇപ്പൊ ഈതർനെറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നെറ്റ്വർക്കിൽ സിസ്റ്റം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈതർനെറ്റ് ഹെഡർ ആയിരിക്കും ആഡ് ചെയ്യുന്നുണ്ട്. ഈതർനെറ്റ് പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈതർനെറ്റ് ഹെഡർ ആഡ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള ഹെഡേഴ്സ് ആഡ് ചെയ്തതിനു ശേഷം ഫിസിക്കൽ ലെയർ വഴി ഡാറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. റിസീവിംഗ് എൻഡിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നു. ഓരോ ഹെഡറായിട്ട് റിമൂവ് ചെയ്ത് ഡാറ്റ റീകൺസ്ട്രക്ട് ചെയ്ത് റിസീവർ മെഷീനിലേക്ക് ഡാറ്റ റിസീവ് ചെയ്യാവും. അപ്പൊ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഇന്ന് നമ്മൾ ബ്രീഫായിട്ട് കണ്ടത് എന്താണ് ട്രാൻസ്പോർട്ട് ലെയർ. അപ്പൊ ട്രാൻസ്പോർട്ട് ലെയറിലെ പ്രധാനപ്പെട്ട പ്രോട്ടോകോൾസ് ഏതൊക്കെയാണ്? SCTP ഉണ്ട്, UDP ഉണ്ട്, TCP ഉണ്ട്. അതിൽ തന്നെ നമ്മൾ ഏറ്റവും സുപ്രധാനമായിട്ട് നമ്മുടെ ഇന്റർനെറ്റിലെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ് TCP എന്ന് പറയുന്നത്. അപ്പൊ TCPയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ബ്രീഫായിട്ട് ഒന്ന് മെൻഷൻ ചെയ്യുകയാണ് ചെയ്തത്. വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് വളരെ വിശദമായിട്ട് TCPയെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ബ്രീഫ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണുള്ളത്. നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ എക്സ്പ്ലനേറ്ററി ആയിട്ട് ഓരോ ഫംഗ്ഷനും നമുക്ക് കൂടുതലായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.